ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. നാളെ ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൽ പൊങ്കാലയാണ്. നമ്മുടെ ചേട്ടൻ ഇവിടെ ഉച്ചയ്ക്ക് കടയിലിരിക്കുന്നു. കൃതിക ഡാൻസ് കളിക്കുകയാണ്. അവർ പോകുന്നതിൻ്റെ ഡാൻസ് കളിയും മേളവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും മോളും കൂടെ. അങ്ങനെ ഞാനും കൃതിക കുഞ്ഞായിട്ട് ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാറിൽ പോകുന്നതിനേക്കാൾ ഇഷ്ടം ബസ്സിൽ പോകുന്നത്. കാരണം കുറച്ചും കൂടി ഓപ്പൺ ആയല്ലോ. കാറിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടാണ് പോകാറ്. അല്ലെങ്കിൽ അവൾ കൈയെടുത്ത് വെളിയിലിടും. അങ്ങനെ ഞാൻ ബസ്സിൽ ചേട്ടനുള്ളത് കാരണം കാറിലാണ് എപ്പോഴും പോകാറ്. ബസ്സിൽ അധികം അങ്ങനെ യാത്ര ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് കുഞ്ഞായിട്ട് പോയതുകൊണ്ട് വീഡിയോ ഒന്നും ഒരുപാട് എടുക്കാനൊന്നും പറ്റിയില്ല. ഇതാണ് കേട്ടോ എൻ്റെ നാട്. അങ്ങനെ ഞാനെൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ടാണ്. അത് കാരണം ഭയങ്കരമായിട്ട് ഫോറസ്റ്റ് ഏരിയയൊക്കെയാണ്. അപ്പോൾ ഞാൻ പൊങ്കാലയ്ക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇന്നലെ ഓവറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പൊങ്കാലയ്ക്ക് പോവാണ്. ഇപ്പം സമയം 5:30 ആയിട്ടേ ഉള്ളൂ. അമ്പലത്തിൽ സമയമായിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം, അമ്പലത്തിൽ ചെന്നിട്ട് വേണം. അങ്ങനെ ഞങ്ങൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പടിക്കൊക്കെ ഇട്ടു, വിളക്കൊക്കെ കത്തിച്ചു, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഭണ്ഡാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അടുപ്പിൽ തീ കത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ തീയൊക്കെ കത്തിച്ചു. അതിനുശേഷം അരിയൊക്കെ ഇട്ടു കേട്ടോ. അരിയൊക്കെ ഇടുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ പൊങ്കാല തിളച്ച് തൂപ്പിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അമ്പലത്തിൽ നടത്തി വരാറുള്ള ഒരു ആചാരമാണ് കേട്ടോ ഇത് പടയണി എന്ന് പറയും. മുറുക്കാനൊക്കെ വെച്ച് കരിക്കൊക്കെ വെച്ചിട്ട് നടത്തുന്ന ഒരു ഇതാണ്. എനിക്ക് അങ്ങോട്ടൊക്കെ എനിക്കറിയില്ല കറക്റ്റായിട്ട്. പക്ഷേ നമ്മുടെ അമ്പലത്തിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഹൃദയക്കുഞ്ഞ് ഇതൊക്കെ കണ്ടിട്ട് തൊഴുതുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അവൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ തൊഴാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും. അങ്ങനെ പടയണിയൊക്കെ കഴിഞ്ഞു. പിന്നീട് അമ്പലത്തിൽ കുറച്ച് പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പൊങ്കാലയൊക്കെ നിവേദിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തു. കാരണം വെളുപ്പിലേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. 4:30 ആയപ്പോൾ എഴുന്നേറ്റു. കിതീ കുഞ്ഞും ആ സമയത്ത് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് തന്നെ തിരിച്ചു പോരുന്നു, ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്കായത് കാരണം. ഇങ്ങനെ നമ്മൾ പോയ സ്ഥലത്ത് തന്നെ തിരിച്ച് പൊങ്കാല കഴിഞ്ഞെത്തിയിട്ടുണ്ട്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ 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 ബൈ.